ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിൻ്റെ റെസിപ്പി പച്ചമാങ്ങ ഒഴിച്ചുകറി. വളരെ രുചികരമായ ഒരു പച്ചമാങ്ങ ഒഴിച്ചുകറി എങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ചോറിനൊപ്പം കഴിക്കാൻ വളരെ രുചികരമായ ഒരു കറിയാണിത്. ഞാനിവിടെ 3 മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ചെറിയ മാങ്ങയാണ്. പുളിയുള്ള മാങ്ങ അനുസരിച്ച് വേണം നിങ്ങൾ എടുക്കാൻ. ഇതുപോലെ വളരെ കനം കുറച്ച് നേരിയതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുക്കാം. നമുക്ക് ഇതിൻ്റെ അണ്ടി കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് അരിഞ്ഞെടുത്ത നമ്മുടെ മാങ്ങ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞെടുത്ത ഒരു ചെറിയ തക്കാളി അത് കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 8 പച്ചമുളക് നടു കീറിയെടുത്തത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്കൊരു 1.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഈ കപ്പിൻ്റെ അളവിന് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊരു 15 മിനിറ്റ് കുക്ക് ചെയ്യാം അടച്ച് വെച്ച്. ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു അരമുറി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ തേങ്ങ എടുത്ത് അതിൻ്റെ ഒരു അരമുറി ഭാഗമാണ് ചിരവിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നടു കീറിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3-4 അല്ലി ചുവന്നുള്ളി കൂടി നമുക്ക് ചേർക്കാം. ഇതിന് ആവശ്യത്തിന് അരയാനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. ആ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് വളരെ നൈസായിട്ട് നമുക്ക് അരച്ചെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ മാങ്ങ ഇവിടെ വെന്തോ എന്ന് നോക്കാം. മൂടി തുറന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് നമ്മുടെ മാങ്ങ വെന്ത് വന്നതായിട്ട് കാണാം. ഇനി നമുക്ക് അരച്ചെടുത്ത നമ്മുടെ തേങ്ങ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി പാർന്നതിന് ശേഷം അതും കൂടി മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് കൊടുക്കാം. എന്നിട്ടൊരു തവി വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പതയാനായിട്ട് വെക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ കറി പതഞ്ഞ് പൊന്താൻ തുടങ്ങും. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കറി നമുക്ക് താളിക്കാനായിട്ട് വെക്കാം. കണ്ടോ, നമ്മുടെ കറി പതഞ്ഞ് വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു ചീനച്ചട്ടിയോ ഒരു ചെറിയ കടായിയോ വെച്ച് കൊടുക്കാം. കടായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/4 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമ്മുടെ കറിയിലൊഴിച്ച് നമുക്കൊന്ന് താളിച്ചെടുക്കാം. വളരെ രുചികരമായ പച്ചമാങ്ങ ഒഴിച്ചുകറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. ഓക്കേ, ബൈ ബൈ.